സുഖസൗകര്യങ്ങളും. പക്ഷെ ഇത് വിശ്വാസമല്ല. കാരണം ഒരു വിശ്വാസിക്ക് ഭൗതികമായ കാര്യങ്ങളാണ് മുഖ്യ വിഷയമെങ്കിൽ പിന്നെ അവനെന്തിനാണ് ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതാണ് നാം നോക്കി പാർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ദൂരവാനിൽ സൂര്യചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ. ഇന്നലെ ഞാനൊന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരെ, ഇന്നലെ ഞാനൊന്നുമല്ലി മണ്ണിലെന്റെ പ്രിയരെ, എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. സ്വർഗീയൻ യേശു ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവരാണ്, ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്. ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വന്നവന്റെ ദിവ്യ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വർഗീയന്മാർ. എല്ലാ വിശ്വാസികളും സ്വർഗീയന്മാരല്ല. വിശ്വാസികളെന്ന് അവകാശപ്പെടാൻ ആർക്കും സാധിക്കും. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടാൻ ആർക്കും സാധിക്കും. പക്ഷേ സ്വർഗീയന്മാർ എന്നുള്ള ലേബലിനെ നാം അർഹരാകണമെങ്കിൽ സ്വർഗീയന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം, സ്വർഗത്തിൽ നിന്ന് വന്നവന്റെ സ്വഭാവം കാഴ്ചവെക്കുന്നവരായിരിക്കണം. ഈ ലോക സുഖങ്ങളുടെ പുറകെ പോകാതെ സ്വർഗീയമായതിനെ ലക്ഷ്യം വെച്ച് നടക്കുന്നവരെയാണ് സ്വർഗീയന്മാർ എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ധാരാളം വിശ്വാസ വീരന്മാരെ കുറിച്ച്, പൂർവ്വപിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഹാബേൽ, നോഹ, അബ്രഹാം, മോശ, ഇസ്താഹ്, ഗിദയോൻ, ബാറാക്ക്, സാറ, ശിംശോൻ, ദാവീദ്, ശമൂവേൽ, ഇങ്ങനെ വിശ്വാസ വീരന്മാരെ കുറിച്ച് പേരെടുത്ത് പറയുന്നുണ്ട്. ഇവരാരും തന്നെ ഭൗതിക നിക്ഷേപത്തിന്റെ പുറകെ പോയവരല്ല. ഇനി പേരെടുത്ത് പറയാത്ത വിശ്വാസികളെയും എബ്രായ ലേഖന കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11:35, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് വിടുതൽ സ്വീകരിക്കാതെ മർദ്ദനയേറ്റു. പഴയ തർജ്ജമയിൽ ഉദ്ധാരണം എന്നാണ്. എന്നാൽ വിടുതൽ സ്വീകരിക്കാതെ മർദ്ദനം ഏറ്റു. ദൈവം തന്നെ നൽകാമെന്ന് പറയുകയാണ് വിടുതൽ. ഇവർ പറയുന്നു വേണ്ട എന്ന്. കാരണം അതിനേക്കാൾ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ് അവരുടെ ലക്ഷ്യം. ഈ മനോഭാവമുള്ളവരെയാണ് സ്വർഗീയന്മാർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ഈ ലോകത്തിലെ എന്തെങ്കിലും നേട്ടമല്ല. രോഗസൗഖ്യം നല്ലതാണ്, മറ്റ് പ്രതിസന്ധികളിൽ വിടുതൽ നല്ലതാണ്, പക്ഷേ ഇതൊക്കെ കിട്ടിയാലും മരിക്കില്ലേ? ഇപ്പം ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലക്ഷ്യമാക്കുന്ന വ്യക്തിയുടെ ആഗ്രഹം ഭൗതിക നേട്ടങ്ങളും വിടുതലും അല്ല, സ്വർഗമാണ് അവൻ്റെ ലക്ഷ്യം. കാരണം അവർ മെച്ചമായതിനെ ആഗ്രഹിക്കുന്നവരാണ്. എബ്രായ ലേഖനം 11:13-16 വരെ നേരത്തെ വായിച്ചാണ്, ഒന്നുകൂടി വായിക്കുകയാണ്. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആരുടെ ദൈവം എന്നറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഒന്ന്, അന്യരും പരദേശികളുമാണ് എന്ന കാഴ്ചപ്പാട് ലഭിച്ചവരുടെ ദൈവം എന്നറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ തങ്ങൾ അന്യരും പരദേശികളുമാണ് എന്നാണ് ഈ പൂർവ്വപിതാക്കന്മാർ ഏറ്റുപറഞ്ഞത്. അങ്ങനെ അവർ വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം വാഗ്ദാനം തന്നിരിക്കുന്ന ആ യഥാർത്ഥ നിത്യമായ നാട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഭിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് അവർ മരിക്കുന്നത്. ഇവിടെ അനേകം ഏക്കർ ഭൂമി കിട്ടുക അതായിരുന്നില്ല അവരുടെ പ്രത്യാശ. ദൈവം വാഗ്ദത്തം ചെയ്ത ആ സ്വർഗീയ രാജ്യം ഞങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരാണ്, പരദേശിയാണ്. ആ മനോഭാവമുള്ള വിശ്വാസികളെ കണ്ടുകിട്ടാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇനി രണ്ടാമതായി, ദൈവം ആരുടെ ദൈവം എന്ന് അറിയപ്പെടാൻ ലജ്ജിക്കുന്നില്ല. വിട്ടുപോകുന്നതിലേക്ക് തിരികെ ചെല്ലുവാനായിട്ട് അവസരമുണ്ടായിട്ടും അങ്ങോട്ട് മടങ്ങാതിരിക്കുന്ന വ്യക്തികളുടെ, വിശ്വാസികളുടെ ദൈവം എന്നറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അബ്രഹാം, ദൈവം പറഞ്ഞു, നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും നീ വിടണം. അവന് വിട്ടു. വിട്ടതിന് ശേഷവും അവന് വേണമെങ്കിൽ മടങ്ങിപ്പോകുവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു.
പക്ഷേ അവൻ അതൊരിക്കലും ചെയ്യുന്നില്ല. ഈ പൗലോസിന് കർത്താവായ യേശുക്രിസ്തു ദർശനം കൊടുത്തു. പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, അഗ്രിപ്പ രാജാവേ, എനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. എനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. വേണമെങ്കിൽ കാണിക്കാമായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വിട്ടുപോകുന്നതിലേക്ക് തിരികെ പോകുവാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്. പക്ഷേ തിരികെ പോകുവാനുള്ള അവസരം ഉണ്ടായിട്ടും ഉപേക്ഷിച്ച പലതും ഉണ്ട്. അതിലേക്ക് തിരികെ പോകുവാൻ അവസരമുണ്ടായിട്ട് തിരികെ പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തികളുടെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ദൈവം അഭിമാനിക്കുന്നു, ലജ്ജിക്കുന്നില്ല. ഇനിയും ആരുടെ ദൈവം എന്ന് അറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഇവിടെ പറയുന്നു, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് അറിയപ്പെടുവാൻ ലജ്ജിക്കുന്നു. ഇന്ന് പല വിശ്വാസികളുടെ ഉള്ളു പൊളിച്ചു നോക്കിയാൽ അവർ ഉയരത്തിലെ കാര്യങ്ങളാണോ അന്വേഷിക്കുന്നത്, സ്വർഗീയമായ കാര്യങ്ങളാണോ അന്വേഷിക്കുന്നത്, ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക അതാണോ അന്വേഷിക്കുന്നത്? നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് പറയുന്നു, അവർക്കായി ദൈവം ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. എല്ലാവർക്കും വേണ്ടി ദൈവം ഒരു നഗരം ഒരുക്കുന്നില്ല. ചുരുങ്ങിയ പക്ഷേ ഈ 3 യോഗ്യതകളെങ്കിലും ഉള്ളവർക്കായിട്ട് ദൈവം ഒരു നഗരം ഒരുക്കുന്നത്. എന്താണ് യോഗ്യത? 1, ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നവർ. 2, വിട്ടുപോകുന്നതിലേക്ക് തിരികെ പോകാത്തവർ. 3, അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാക്ഷിക്കുന്നവർ. അങ്ങനെയുള്ളവർക്കാണ് ദൈവം ഈ സ്വർഗീയ നഗരം ഒരുക്കുന്നത്. പ്രിയമുള്ളവരെ, പലരും നിരാശപ്പെടുന്നു. ഒരു വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു, വിടുതൽ കിട്ടിയില്ല, നിരാശ. എന്തിനാ നിരാശപ്പെടുന്നത്? അധികം നല്ലതിന്, സ്വർഗീയമായതിനെ കാക്ഷിച്ചാൽ മതി. ഇവിടുത്തെ താൽക്കാലത്തേക്കുള്ള ചില വിടുതൽ ലക്ഷ്യമാക്കി ജീവിക്കാതെ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ, അങ്ങനെയുള്ളവരുടെ, കാരണം അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അവർ പിന്മാറില്ല. അവർക്ക് വിടുതൽ കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ശരി, അവർ ഉറച്ചു നിൽക്കും. അതാണ് വിടുതൽ ദൈവത്തിൽ നിന്ന് ലഭിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും മെച്ചമായ ഉയർത്തെഴുന്നേൽപ്പിനെ ലക്ഷ്യമിട്ടതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വിടുതൽ പോലും നിരസിക്കുക. ഇന്ന് പലർക്കും ഇത് ചിന്തിക്കാൻ പറ്റുമോ? ദൈവത്തിൽ നിന്ന് വിടുതൽ വേണ്ട എന്ന് പറയാൻ ആർക്കാണ് ഇന്ന് സാധിക്കുക? ഒരു വിശ്വാസി, യഥാർത്ഥ സ്വർഗീയൻ ഇവിടെ അന്യനും പരദേശിയുമാണ്. ഇവിടെ ഈ ഭൂമിയിൽ അവൻ വേരുറപ്പിക്കാൻ ശ്രമിക്കരുത്. അവൻ്റെ സ്ഥിരമായ വാസസ്ഥലം സ്വർഗമായതുകൊണ്ട് അവൻ്റെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സ്വർഗത്തെ കേന്ദ്രീകരിച്ച് വേണം. എബ്രായ 11:13 വാക്യം, ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇനി 1 പത്രോസ് 2:11, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും. പഴയ നിയമത്തിലെ ദാവീദിന് പോലും ഞാൻ പരദേശിയാണ്, അന്യനാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, സങ്കീർത്തനം 39:12 അവസാന ഭാഗത്ത്, ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നു. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ആ ലേഖനം എഴുതുന്നത് പരദേശികൾക്കാണ്, ചിതറിപ്പാർക്കുന്ന പരദേശികൾക്കാണ് ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വസ്തുക്കൾ സമ്പാദിക്കാൻ സാധിച്ചില്ല എന്നോർത്ത് ആരും നിരാശപ്പെടരുത്. ഒരു പരദേശിയുടെ ലക്ഷണം എന്താണ്? ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ ചെന്നെത്തിയ നാട്ടുകാർ അവനെ വേണ്ട രീതിയിൽ വില വയ്ക്കുന്നില്ല, അവന് സംശയമാണ്. ഒരു പരദേശിക്ക് തദ്ദേശീയർക്ക് ലഭ്യമായ പല ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. ഒരേ ജോലി തന്നെ കേരളത്തിലെ ഒരു വ്യക്തിയും അന്യസംസ്ഥാനക്കാരൻ ആയ ഒരു വ്യക്തിയും എടുത്താൽ പലപ്പോഴും കൂലിയിൽ വ്യത്യാസമുണ്ട്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇവിടെ വേഷം മാറിയ രാജകുമാരന്മാരാണ്. നമ്മളീ ലോകക്കാർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. നമ്മിൽ ഒരു തേജസ് വെളിപ്പെടാനുണ്ട്, അത് വെളിപ്പെട്ടിട്ടില്ല. നാം ആരാണെന്ന് ലോകക്കാർക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഈ ലോകക്കാർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധ്യമല്ല, പക്ഷേ ഞാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ സ്വന്തം മകനാണ്, സ്വന്തം മകളാണ്. ഞാൻ വേഷം മാറി നടക്കുന്നൊരു രാജകുമാരനാണ്. ഇനി രണ്ടാമതായിട്ട് ഒരു പരദേശിയുടെ പ്രത്യേകത, ആ വ്യക്തി ചെന്നെത്തിയ നാടുമായി പെട്ടെന്ന് ഇണങ്ങിച്ചേരുവാൻ ബുദ്ധിമുട്ടാണ്. അവൻ്റെ സംസ്കാരം, അവൻ്റെ ഭാഷ ഒക്കെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്.
നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. ശ്രദ്ധിക്കുക, അന്യദേശത്തെ ഒരു ചെടി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നടുകയാണെങ്കിൽ പെട്ടെന്ന് വേരൂന്നുന്നില്ല, പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്നില്ല. കാരണം ഈ കാലാവസ്ഥയും ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടെ വേരൂന്നാൻ ശ്രമിക്കരുത്. നമ്മൾ അന്യരും പരദേശികളുമാണ്. നമ്മുടെ വേര് സ്വർഗത്തിലാണ് ഊന്നേണ്ടത്. അതായത് നമ്മുടെ നങ്കൂരം സ്വർഗത്തിലാണ് ഇടേണ്ടത്. പ്രത്യാശയുടെ നങ്കൂരം. ഒരു വിശ്വാസി അവൻ്റെ വേരുകൾ ഈ ഭൂമിയിൽ ഉറപ്പിക്കരുത്. പരദേശിയുടെ ലക്ഷണം അതാണ്. എന്നാൽ ഒരു സ്വദേശിയോ ഇവിടെയാണ് അവൻ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പരദേശിയും സ്വദേശിയും തമ്മിലുള്ള വ്യത്യാസം, പരദേശിക്കറിയാം ഇതെൻ്റെ സ്വന്തം നാടല്ല, അതുകൊണ്ട് അവൻ ഇവിടെ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കുറച്ച് പണിയെടുത്ത് എന്തെങ്കിലും കാശുണ്ടാക്കിയാൽ സ്വന്തം നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനാണ് അവൻ്റെ താല്പര്യം. സ്വദേശി അങ്ങനെയല്ല, എല്ലാം ഇവിടെ കുന്നുകൂട്ടി വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിശ്വാസികളായ നാം പരദേശികളായതുകൊണ്ട് ഇവിടെ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു പരദേശിക്ക് അവൻ ചെന്നെത്തിയ നാട്ടിൽ ഒരു വാടക വീട് കിട്ടിയാലും തൃപ്തിയാണ്. കിടക്കാൻ ഒരു ഇടം കിട്ടിയല്ലോ. അവനെ മറ്റുള്ളവർ പരിഹസിക്കാം, നിന്ദിക്കാം. അവനറിയാം ഈ നാട്ടുകാർ അവർക്ക് കൊടുക്കുന്ന വില എനിക്ക് തരികയില്ല. ഇവിടെ എങ്ങാനും ഒന്ന് കിടന്നുറങ്ങാൻ ഒരു ഇടം കിട്ടിയല്ലോ, അതിൽ അവന് തൃപ്തിയാണ്. പക്ഷേ തദ്ദേശീയനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവിടെ വസ്തുക്കൾ വേണം, ഇനിയും കുറേ സമ്പാദിക്കണം. അതാണ് അവൻ്റെ ലക്ഷണം. അതായത് ഒരു പരദേശിയായ വിശ്വാസിയെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കണമെന്നുള്ള താല്പര്യം അവനില്ല. കാരണം അവൻ ഇവിടെ അന്യദേശത്ത് പാർക്കുകയാണല്ലോ. അവൻ്റെ സ്വന്തം ദേശം എവിടെയാണ്? സ്വർഗം. ഇനി ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ്റെ ആഗ്രഹം എപ്പോഴും സ്വന്തം നാട്ടിലേക്ക് പോകാനാണ്. കാരണം അവൻ്റെ മാതാപിതാക്കൾ, ഭാര്യ, മക്കളൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. അവന് പ്രിയപ്പെട്ടവർ പാർക്കുന്ന ഇടത്തേക്ക് എത്രയും വേഗം എത്തണമെന്നാണ് പരദേശിയുടെ ആഗ്രഹം. ഇവിടെ അവൻ്റെ സ്വന്തക്കാരാരുമില്ല. നമ്മുടെ സ്വന്തക്കാർ, പരദേശികളായ പ്രവാസികളായ നമ്മുടെ സ്വന്തക്കാർ എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്? സ്വർഗത്തിലാണ്. നമ്മുടെ സ്വർഗീയ പിതാവ് അവിടെയാണ് ഇരിക്കുന്നത്. നമ്മുടെ രക്ഷിതാവ് സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു. നമ്മളും പിന്നെ എവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അതേ സ്വർഗത്തിൽ. ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലമല്ല, അവൻ്റെ സ്വന്തം ദേശമാണ് അവൻ്റെ താല്പര്യം. അഞ്ചാമതായിട്ട് ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ ചെന്നെത്തിയ നാട്ടിലെ വഴികളും റോഡുകളും അവന് പരിചിതമല്ല. മാത്രമല്ല വഴികളിൽ അപകടം പതിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇവന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവൻ നിരന്തരമായി സൂക്ഷ്മതയോടെയാണ് നടക്കുക. എവിടെയാണ് അപകടം? കാട്ടിൽ പോയാൽ വഴി തെറ്റുമോ? വളരെ ജാഗ്രതയുള്ളവനായിരിക്കും. പ്രിയമുള്ളവരെ, നാം പരദേശികളാണ്. ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വക്രതയും കോട്ടവും കളവും സൂത്രവും തട്ടിപ്പും ഒക്കെയുള്ളൊരു ലോകം. ഇവിടെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടൊരു ചുവട് നാം വെക്കരുത്. നിരന്തരമായി ദൈവത്തിൽ ആശ്രയിക്കണം. നല്ല ഇടയനായ കർത്താവിനോട് ചോദിച്ചു വേണം നമ്മൾ ഒരടി മുന്നോട്ട് വെക്കാൻ. കർത്താവ്, ഇവിടെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സ്വന്തം ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നില്ല, കാരണം ഞാൻ അപകടത്തിൽ ചാടും. അതുകൊണ്ട് എൻ്റെ നല്ല ഇടയനായ കർത്താവേ, അങ്ങാണ് എനിക്ക് വഴി പറഞ്ഞു തരേണ്ടത്. ഒരു പരദേശിയായ നാം നിരന്തരമായി കർത്താവിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്, സ്വന്തം എടുക്കലല്ല. ഒരു പരദേശിയുടെ പ്രത്യേകത, അവൻ്റെ യാത്ര സുഖം ആകണമെങ്കിൽ ലഗേജ് അധികം പാടില്ല. കൂടുതൽ വെയിറ്റ് ഉള്ള ബാഗാണ് എങ്കിൽ അവന് പരദേശവാസം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവൻ യാത്ര ചെയ്യേണ്ട വ്യക്തിയായതുകൊണ്ട് കഴിയുന്നത്ര ചുരുങ്ങിയ വസ്തുക്കളെ അവൻ്റെ ഭാണ്ഡക്കെട്ടിൽ ഉണ്ടാകുകയുള്ളൂ. എത്രമാത്രം ലഗേജുകളും മറ്റ് സാധനങ്ങളും അവന് ഉണ്ടോ അത്രമാത്രം അവൻ്റെ പരദേശ യാത്ര ബുദ്ധിമുട്ടായിരിക്കും. ലഗേജുകൾ ഇന്ന് പലർക്കും കൂടിക്കൂടി യാത്ര ചെയ്യാൻ പറ്റാതെ പലരും പരദേശ യാത്രയൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം അവർ ലക്ഷ്യം മറന്നുപോയി. ഇപ്പോൾ അവർ ചെന്നെത്തിയിരിക്കുന്ന അന്യനാട്ടിൽ അവർ സ്വന്തം നാട്ടിൽ എന്ന പോലെ ജീവിക്കുന്നത് കൊണ്ട് കാഴ്ചപ്പാടൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ആകരുത്. മരണം വരെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. എത്രമാത്രം നിക്ഷേപങ്ങൾ നമ്മുടെ അടുത്ത് വന്നുകൂടിയാലും സ്ഥാനമാനങ്ങൾ വന്നു കൂടിയാലും ഇതൊക്കെ ചപ്പും ചവറായിട്ട് കരുതി ഇതിനേക്കാളും മെച്ചമായ ഉന്നതമായതിന് സ്വർഗീയമായതിന് തന്നെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അവനാണ് ഒരു പരദേശി.
മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ മോക്ഷയാത്ര. നാം പരദേശികളാണ്, സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നടക്കുന്ന വിശ്വാസികളാണ് നാം. ഇപ്പോൾ നാം താമസിക്കുന്നത് നാശപട്ടണത്തിലാണ്. ദൈവക്രോധം ഏത് നിമിഷവും ചൊരിയാൻ സാധ്യതയുള്ള ഒരു ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു മേഖലയിലും സുരക്ഷിതത്വമില്ല. ഒരു ഇളകാത്ത രാജ്യം ലക്ഷ്യമാക്കിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ അന്യനും പരദേശിയുമാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ സാധ്യമാകൂ. ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വക്രതയും ദുഷ്ടതയുമുള്ള ലോകത്തിൽ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കൂ. അവൻ ഇനിയും പ്രത്യക്ഷനാകും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നാം കർത്താവായ യേശുവിനെ കാണും. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെ തന്നെത്താൻ നിർമ്മലീകരിക്കുകയാണ്, തന്നെത്താൻ വിശുദ്ധീകരിക്കുകയാണ്. നാം ഈ ലോകത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ് നാം പരദേശിയാണ്, പ്രവാസിയാണ് എന്ന് ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത്. നാം നമ്മോട് തന്നെ പറയുകയാണ്, നീ ലോകത്തിൻ്റെ ഒരു ഭാഗമല്ല. ലോകക്കാർ ജീവിക്കുന്ന നിലവാരത്തിലേക്ക് നീ താഴരുത്. ലോകക്കാർ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് നീ പ്രാധാന്യം കൊടുക്കരുത്. നീ ആരാണ്? നീ അന്യനാണ്, പരദേശിയാണ്. നീ സ്വർഗരാജ്യത്തിൻ്റെ പൗരനാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതാണ് നാം നോക്കി പാർക്കുന്നത്. ഇവിടെ സാധാരണ നാടോടികളൊക്കെ ഉണ്ട്. പലർക്കും വല്ല ലക്ഷ്യമുണ്ടോ? പരദേശികൾക്ക്, ചില നാടോടികൾക്ക് ലക്ഷ്യമൊന്നുമില്ല, അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നാം ഇവിടെ പരദേശികളാണെങ്കിലും നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ യാത്രയ്ക്ക്, ഈ പരദേശവാസത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ പരദേശ യാത്ര കാണുമ്പോൾ മറ്റു മനുഷ്യർ, രക്ഷിക്കപ്പെടാത്തവർ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും, നിങ്ങൾക്ക് ഈ ലോകസുഖങ്ങളൊക്കെ അനുഭവിക്കുവാൻ അവസരങ്ങൾ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നില്ല? നോക്കൂ, ഞങ്ങളെ നോക്കൂ. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ ലോകസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതും മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതും. എന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാനുള്ള സാധ്യതകളൊക്കെ മുന്നിലുള്ളപ്പോൾ തന്നെ നിങ്ങൾ ഇത് അനുഭവിക്കാതെ എന്തുകൊണ്ടാണ് മറ്റൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ ഈ പരദേശികളായ നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ചോദിച്ചാൽ, നമുക്ക് ഉത്തരം പറയാൻ സാധിക്കണം. എന്താണ് നാം പറയുക? ഈ ഭൂമി ദൈവക്രോധത്താൽ നശിക്കാനുള്ളതാണ്. ഈ ഭൂമിയിൽ അധർമ്മം നിറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് എന്നെ സ്വന്തമാക്കി. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗീയ ഭവനം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ഈ ലോകത്തെയും ഇതിലെ കാര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നത് നിരാശ കൊണ്ടോ ഇതിനെനിക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ല. ഇതിനേക്കാൾ മെച്ചമായ ഒന്നിനെ ഞാൻ കണ്ടു, അനുഭവിച്ചു. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നിസ്സാരമാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ എൻ്റെ ഈ പരദേശ യാത്രയിൽ ഒരു കൂട്ടുയാത്രക്കാരനാകാൻ, കൂട്ടുയാത്രക്കാരിയാകാൻ ഇതാ അവസരമുണ്ട്. ഈ ഭൂമിയിൽ ദൈവക്രോധം വരും, നിത്യമായ നാശത്തിലേക്കാണ് ഇത് കുതിക്കുന്നത്. ലോകവും അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകമോഹങ്ങൾ, ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ പോകുന്ന ഈ ക്രിസ്തുവിൻ്റെ പാതയിൽ നിങ്ങളും വരിക. അങ്ങനെ പറഞ്ഞ് അവരെയും ഈ പരദേശ യാത്രയിൽ നമ്മുടെ കൂട്ടുയാത്രക്കാരാക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ വിളി. എബ്രായ ലേഖനം 11:1 പറയുന്നത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എബ്രായ ലേഖനത്തിൽ ധാരാളം വിശ്വാസ വീരന്മാരുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. അവർ എന്തിനെയായിരുന്നു വിശ്വസിച്ചത്? ഈ ലോകത്തിൽ ഭൗതികമായ നേട്ടങ്ങളായിരുന്നില്ല അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ. അവരെന്താണ് വിശ്വസിച്ചത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ്. അവരെന്താണ് ആശിച്ചത്? ഈ ഭൂമിയിൽ രോഗസൗഖ്യമാണോ, ഒരു നല്ല വീടാണോ അവർ ആശിച്ചത്? അല്ല. പലരും ഇന്ന് ഭൗതികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വസിക്കുന്നുണ്ട്. അതൊരു വിശ്വാസമാണ്. ഈ സമൃദ്ധിയുടെ സുവിശേഷം അതെന്താ പഠിപ്പിക്കുന്നത്?
നിങ്ങൾക്കൊരു കാറ് കിട്ടും. അതിൻ്റെ കളർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. നിങ്ങൾക്ക് 3 നിലയുള്ള വീടാണോ വേണ്ടതെങ്കിൽ 3 നില എന്ന് തന്നെ പറയണം. 2 നില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. അതിന് നിറം എന്തായിരിക്കണം? നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഭാര്യയാണ് വേണ്ടത്? എത്ര അടി ഉയരം വേണം? എത്ര കളർ വേണം? നിങ്ങളിത് ദൈവത്തോട് പറയുക, വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക, കിട്ടും. ഇവിടെ പറയുന്ന വിശ്വാസം അതാണോ? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്താണ് അവർ ആശിച്ചത്? അതാണ് താഴെ നമ്മൾ അല്പസമയം മുമ്പ് ചിന്തിച്ചത്. അവർക്ക് ഭൗതികമായി വിടുതൽ ലഭ്യമായിരുന്നു, അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചു. ഉയരത്തിലുള്ളതിനെ, സ്വർഗീയമായതിനെ അവർ കാക്ഷിച്ചു. അതാണ് യഥാർത്ഥ വിശ്വാസം. വില കുറഞ്ഞ വിശ്വാസമുണ്ട്, നിലവാരമുള്ള വിശ്വാസമുണ്ട്. ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന നിലവാരമുള്ള വിശ്വാസമാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് ഈ കാണാത്ത കാര്യം? പൗലോസ് പറയുന്നുണ്ട്, കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അത് സ്വർഗരാജ്യമാണ്. ഈ ഭൂമിയിൽ നിന്ന് നോക്കിയ സ്വർഗം കാണാനുണ്ടോ? ഇല്ല. പക്ഷെ സ്വർഗമുണ്ട്, അത് സംശയമില്ല. നാം ആശിക്കുന്നത് സ്വർഗത്തിലെത്തും എന്നുള്ള കാര്യമാണ്. യഥാർത്ഥ വിശ്വാസം എന്ന് എന്തിനെയാണ് വിളിക്കാനായിട്ട് കൊള്ളുക? ഭൗതികമായ സമൃദ്ധിയുടെയും ഭൗതികമായ വിടുതലിൻ്റെയും പുറകെ പോകുന്ന ഒരു വിശ്വാസത്തെ യഥാർത്ഥ വിശ്വാസം എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഉയരത്തിലുള്ളതിനെ പ്രത്യാശിച്ച് അതിനെ മുറുകെ പിടിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താണ് കാണാത്ത കാര്യം? ഞാൻ സ്വർഗത്തിൽ പോകും. എന്താണ് അതിൻ്റെ ഉറപ്പ്? ഞാൻ സ്വർഗത്തിൽ പോകുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത്, അതാണ് ഉറപ്പ്. ദൈവമാണ് സ്വർഗം സ്ഥാപിച്ചത്. സ്വർഗം എൻ്റെ സിംഹാസനമാണ്. സ്വർഗത്തിലാണ് ദൈവത്തിന് സിംഹാസനം. ഇപ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ ഭൂഷണനായിരിക്കുന്നു. വലത്തു ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. ആ സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. ദൈവത്തിൻ്റെ സമയത്ത് നമ്മളെ ആ സ്വർഗീയ ഭവനത്തിലേക്ക് ചേർക്കും. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എൻ്റെ വികാരങ്ങൾക്ക് ഇതിൽ പ്രസക്തിയില്ല. ദൈവം പറഞ്ഞ് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ദൈവം വാക്കുമാറില്ല. ഞാനിവിടെ വിശ്വസ്തനായി, പരദേശിയായി, ഒരു സ്വർഗീയനായി ജീവിച്ചാൽ മതി. എനിക്കത് നഷ്ടപ്പെടുകയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. വിശ്വാസം എന്നത് ആശിക്കുന്നവർ പോലെ എന്തൊക്കെ ആശിച്ചോ. നിന്റെ ശത്രുവിനെ കൊല്ലണോ? നീ ആശിച്ചാൽ മതി, അവൻ ചാവും ആശിച്ചാൽ മതി. അതല്ല ഈ വിശ്വാസം എന്നുള്ളത്. കാണാത്ത കാര്യങ്ങൾ ഉറപ്പ്. എനിക്കിപ്പോൾ വീട് കിട്ടിയിട്ടില്ല, വീട് കിട്ടും ഞാൻ, അതാണ് ഇവിടെ പറയുന്നത്. അതൊന്നുമല്ല. ഈ എബ്രായ ലേഖനത്തിൽ പറയുന്ന വിശ്വാസ വീരന്മാർ ഭൗതികമായ വസ്തുക്കളാൽ ആകർഷിക്കപ്പെടാത്തവരായിരുന്നു. അവർ ഉയരത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് സൗന്ദര്യമില്ല എന്നവർക്ക് ബോധ്യമായി. ഒരു ആത്മീയന് മാത്രമേ, സ്വർഗരാജ്യത്തെ ലക്ഷ്യമിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ ഒരു ആകർഷകമല്ലാത്ത വസ്തുവായി ഇരിക്കുന്നുള്ളൂ. ദൈവം ആദത്തെ ഹവയെ സൃഷ്ടിച്ചു. അവരോട് പറഞ്ഞു, എല്ലാ ചരാചരങ്ങളെയും അടക്കി വാഴണം, അടക്കി ഭരിക്കണം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ പണമുണ്ട്, രത്നങ്ങളുണ്ട്, മുത്തുകളുണ്ട്, മനുഷ്യരുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച വസ്തുക്കൾ നമ്മെ ഭരിക്കരുത്, നാം അവയെ കീഴടക്കി ഭരിക്കണം. സമൃദ്ധിയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വസ്തുക്കൾ അവരെ അടക്കി ഭരിക്കുവാൻ അവർ വസ്തുക്കൾക്ക് മുമ്പാകെ അടിയറ പറയുകയാണ്. ഉൽപ്പത്തി 1:28 ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളിൽ മേലും ആകാശത്തിലെ പറവജാതികളിൽ മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഒരു ആത്മീയൻ അഥവാ സ്വർഗീയൻ ഭൗതിക വസ്തുക്കളാൽ ഭരിക്കപ്പെടരുത്. അതവൻ്റെ കാൽ കീഴിലായിരിക്കണം. പണമായാലും ഈ ലോകത്തിൽ മറ്റു മനുഷ്യർ വില കൊടുക്കുന്ന എന്ത് കാര്യമായാലും ഇതവൻ്റെ കാൽ കീഴിലായിരിക്കണം. പക്ഷേ ഈ വസ്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രബോധനം കേട്ടാൽ നാം വഞ്ചിതരായി തീരുകയാണ് ചെയ്യുന്നത്. കാരണം തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ തിന്നരുത്,
ആ വൃക്ഷം ആരാ സൃഷ്ടിച്ചത്? ദൈവമല്ലേ. ആ വൃക്ഷത്തിലെ പഴം ആരാ സൃഷ്ടിച്ചത്? ദൈവമാണ്. ദൈവം തന്നെ ഇതൊക്കെ സൃഷ്ടിച്ചത്. ദൈവം തന്നെ സൃഷ്ടിച്ച ആ തോട്ടത്തിലെ മധ്യഭാഗത്തുള്ള ആ മരത്തെ ഇവർ കീഴടക്കണം. ആ മരത്തിന് വളരെ മനോഹരമായ കായ്കളാണുള്ളത്. കാണാൻ എത്ര ഭംഗിയാണ്. അത് തിന്നാൽ ജ്ഞാനം ലഭിക്കും, ഭക്ഷിക്കാനും നല്ലതാണ്. ശരിയാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. പക്ഷെ ഇവരോട് പറഞ്ഞത് എന്താണ്? എല്ലാറ്റിൻ്റെയും നിങ്ങൾ അടക്കി ഭരിക്കണം. നമ്മുടെ ചുറ്റും ഇന്ന് ഒത്തിരി അഴകുള്ള മരങ്ങളും അതിൻ്റെ ഫലങ്ങളും ഉണ്ട്. അക്ഷരാർത്ഥത്തിലുള്ള കാര്യമല്ല പറയുന്നത്. പക്ഷേ ദൈവം പറയുന്നത് നീ ഇവയെ അടക്കി ഭരിക്കണം. ഇവ നിന്റെ ഒരു ബലഹീനതയായിരിക്കരുത്. നടന്നു പോകുന്നു, മനോഹരമായൊരു വ്യക്തിയെ കാണുന്നു, ഉടനെ തന്നെ കണ്ണ് അങ്ങോട്ട് പോയി ഒരു വ്യഭിചാരത്തിൽ, നോട്ടം കൊണ്ടുള്ളൊരു വ്യഭിചാരത്തിൽ നമ്മൾ വീഴരുത്. കാരണം എല്ലാറ്റിനെയും അടക്കി ഭരിക്കാനാണ് നമ്മുടെ വിളി. അതുപോലെ തന്നെ ഇതാ പണം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, മറ്റു പല കാര്യങ്ങളും ഭൂമിയിലെ വസ്തുക്കളാണ്. ശരിയാണ്. പക്ഷെ ഇവയെ കീഴടക്കണം. ഇവ നമ്മുടെ തലയിൽ കയറിയിരിക്കരുത്. അങ്ങനെയുള്ള വ്യക്തിയാണ് ആത്മീയൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 5:9 ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. ഈ ഭൂമിയിൽ പൗലോസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തെ പ്രസാദിപ്പിക്കുക. പൗലോസ് പറയുന്നു, ഞാൻ മരിച്ചാലും എൻ്റെ ലക്ഷ്യം ഇതായിരിക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഈ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തൊരു ജീവിതം ജീവിച്ചൊരു വ്യക്തി സ്വർഗത്തിലെത്തിയാൽ എങ്ങനെയാണ് അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുക? ഇവിടെ കലഹവും ഭിന്നതയും ഉള്ള ഒരു വ്യക്തി സ്വർഗത്തിലെത്തിയാൽ എത്തുകയില്ല. എത്തിയാൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കും? ഈ ഭൂമിയിൽ ഭൗമിക കാര്യങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുത്ത് അതിൻ്റെ പുറകെ നെട്ടോട്ടം ഓടിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ശരീരം വിട്ടാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുക? ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മളൊന്ന് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അത് എത്രത്തോളം ശരിയാണ് എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ വാക്യത്തിൽ ശരിയാണ്. കാരണം ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. നിരന്തരമായി കലഹിക്കുന്ന ഭാര്യയും ഭർത്താവും അവർ സ്വർഗത്തിലെത്തി. അവർക്ക് ശാന്തരായി ജീവിക്കാൻ സാധിക്കുമോ? നിരന്തരമായി പണത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി സ്വർഗത്തിലെത്തി. അവന് ദ്രവ്യാഗ്രഹത്തിൽ എങ്ങനെ വിടുതൽ കിട്ടും? അശുദ്ധനായൊരു വ്യക്തി, ആത്മീയനല്ലാത്ത വ്യക്തി, സ്വർഗീയനല്ലാത്തൊരു വ്യക്തി സ്വർഗത്തിലെത്തിയാൽ എങ്ങനെയായിരിക്കും അവൻ്റെ അവിടുത്തെ ജീവിതം? നിങ്ങൾ പറയും. ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാത്തൊരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ഒരശുദ്ധൻ സ്വർഗത്തിലെത്തി എന്ന് കരുതുക. അശുദ്ധൻ അവിടെ എത്തുകയില്ല. അഥവാ എത്തിയാൽ ഒരശുദ്ധൻ സ്വർഗത്തിലെത്തി എന്ന് കരുതുക. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ അശുദ്ധന് മോശമായ കൂട്ടുകാരായിരുന്നു. മോശമായ കാര്യങ്ങളാണ് ഇവൻ പറയുക, മോശമായ കാര്യങ്ങളാണ് ഇവൻ ചെയ്യുക. ഇവൻ സ്വർഗത്തിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും വിശുദ്ധരാണ്. ഇവന് മോശമായ കാര്യങ്ങൾ പറയാനുള്ളത്, ദുഷ്ടതയും ക്രൂരതയും ഒക്കെയാണ് ഇവനെ പ്രവർത്തിക്കേണ്ടത്. ഇവരന്വേഷിച്ചിട്ട് ഇവന് പറ്റിയ ഒറ്റ കൂട്ടുകാരനെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. എല്ലാവരും വിശുദ്ധന്മാരാണ്. ഇവൻ്റെ ആഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ അവൻ തികച്ചും അവിടെ ഒറ്റപ്പെടും. സ്വർഗത്തിൽ 24 മണിക്കൂർ ആരാധനയാണ്, രാവും പകലും ആരാധനയാണ്. ഈ ഭൂമിയിൽ ഈ അശുദ്ധൻ അധികം ആരാധനയ്ക്കൊന്നും പോയിട്ടില്ല. അവൻ ഈ ഭൂമിയിൽ ആരാധനയ്ക്ക് പോകുന്ന സമയം പണം ഉണ്ടാക്കാനായിട്ടും മറ്റു പല കാര്യങ്ങൾക്കായിട്ടാണ് ഓടി നടന്നത്. സ്വർഗത്തിലെത്തിയപ്പോൾ ഇതാ 24 മണിക്കൂർ ആരാധനയാണ്. ഭൂമിയിൽ അവന് 1 മണിക്കൂർ പോലും ആരാധിക്കാൻ ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. സ്വർഗത്തിലെത്തിയാലോ എപ്പോഴും ആരാധന. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുമോ? എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി, അതായിരിക്കും അശുദ്ധൻ്റെ ആഗ്രഹം. ഈ ഭൂമിയിൽ യഥാർത്ഥ വിശുദ്ധർ അഥവാ സ്വർഗീയന്മാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് കാത്തിരിക്കുന്നവരാണ്. ഈ കഷ്ടവും ഈ നഷ്ടവും പരദേശിയും ഒക്കെയായി നടക്കുന്നതിന് പിന്നിലെ കാര്യം എന്താണ്? അവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത ആ രക്ഷകനെ മുഖാമുഖം ഒന്ന് കാണണം. ആ ദിവ്യ തേജസ്സിൽ തങ്ങളെ തന്നെ ഒന്ന് മറക്കണം. എന്നാൽ ഈ അശുദ്ധൻ ഭൂമിയിൽ യേശുവിനോട് ഒരു ബന്ധമില്ലാതെ ജീവിച്ചവനാണ്. യേശു അവന് ഒരു താല്പര്യമുള്ള കാര്യമേ അല്ല. സ്വർഗത്തിൽ ഇവൻ യേശുവിനെ കണ്ടാൽ ഇവന് പ്രത്യേക സന്തോഷം ഉണ്ടാകുമോ? കാരണം ഭൂമിയിലായിരിക്കുമ്പോൾ ഇവന് യേശുവിനെ കാണാൻ സ്വപ്നത്തിൽ പോലും അവൻ ആഗ്രഹിച്ചിട്ടില്ല.
അങ്ങനെയുള്ളൊരു വ്യക്തി സ്വർഗത്തിലെത്തിയാൽ യേശുവിനെ കണ്ടാൽ അവന് സന്തോഷം തോന്നുമോ? അപരിചിതനായൊരു വ്യക്തി. ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഓരോ വിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഏതെങ്കിലും രീതിയിലൊരു വിടുതലൊന്ന് കിട്ടിയാൽ മതി. എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, 3 ദിവസം ഉപസിച്ചു, കാര്യമൊന്നും നടക്കണില്ല. ഒരു 7 ദിവസം അങ്ങ് പിടിക്കുക, ഒരു പിടുത്തം, അപ്പം കാര്യം നടക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഭൂമിയിൽ ഒരു വിശ്വാസി നോക്കി പാർക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ വരവിനെയുമായിരിക്കണം. ഭൗതികമായ കാര്യങ്ങളായിരിക്കരുത് അവൻ്റെ പ്രത്യാശ. ചില വാക്യങ്ങൾ വായിക്കാം. ഒരു വിശ്വാസി ഇപ്പോൾ കാത്തു നിൽക്കുന്നത് കർത്താവായ യേശുവിനെയും അവിടുത്തെ രണ്ടാമത്തെ പ്രത്യക്ഷതയെയുമാണ്. 1 കൊരിന്ത്യർ 1:7 ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. എബ്രായ ലേഖനം 9:28 ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അവൻ പാപപരിഹാരാർത്ഥമല്ല തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകും. ഇനി കർത്താവ് തന്നെ നമ്മോട് ഇങ്ങനെ ആഹ്വാനം ചെയ്തു. ലൂക്കോസ് 12:36 യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ദാഹത്തോടെ കാണുവാൻ കാത്ത് നിൽക്കുന്നവർക്കാണ് അവിടെ ക്രിസ്തുവിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുക. അശുദ്ധൻ ഈ ഭൂമിയിൽ കർത്താവുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിച്ചവനാണ്. അവന് എന്ത് സന്തോഷമാണ് ഉണ്ടായിരിക്കുക? ഇനി മറ്റൊരു കാര്യം, ഒരു വിശ്വാസി തന്നെ ഈ ഭൂമിയിൽ കലഹിക്കുന്നു, ഭാര്യയും ഭർത്താവും എന്നും വഴക്കാണ്. അവർ സ്വർഗത്തിലെത്തിയാൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? ഇവർക്ക് പതിപോലെ കലഹിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ ഇവർക്ക് കലഹിക്കാൻ അവിടെ അനുവാദം ഉണ്ടാകുമോ? ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. ഇവർ നിരന്തരമായി കലഹിച്ചവരാണ്. എങ്ങനെ ഇവർക്ക് ശാന്തരായിട്ട് അവിടെ ജീവിക്കാനായിട്ട് സാധിക്കും? ഇനി ഒരു വിശ്വാസി നിരന്തരം മറ്റുള്ള വിശ്വാസികൾ കുറ്റം പറഞ്ഞിട്ടാണ് അവൻ സമയം കഴിച്ചത്. ഇവൻ സ്വർഗത്തിലെത്തി എന്ന് കരുതുക. ഇവൻ്റെ സ്വഭാവം ഇവൻ ഉപേക്ഷിക്കില്ലല്ലോ. ഇവൻ അവിടുത്തെ വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു ഓരോരുത്തർ കുറ്റം പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ കുറ്റം പറിച്ച് ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾ വിശുദ്ധന്മാരാണ്. മാത്രമല്ല ഇവിടെ ആർക്കും ഒരാളെയും കുറ്റം പറയാനുള്ള അനുവാദമില്ല. ഇവന് വല്ലാത്ത നിരാശ. കാരണം കുറ്റം പറയാതെ ജീവിക്കാൻ ഇവൻ ഇതുവരെ പഠിച്ചിട്ടില്ല. പിന്നെ അവിടെ പോയാൽ എങ്ങനെ ഇവൻ വായടക്കി ഇരിക്കും? അപ്പോൾ ഒരശുദ്ധൻ എങ്ങനെ സ്വർഗവുമായി പൊരുത്തപ്പെടും? അതുകൊണ്ട് സ്വർഗത്തിലെത്താനുള്ളവർ ഇപ്പോഴേ തന്നെ സ്വർഗീയ ജീവിതം അഭ്യസിക്കുന്നവരാണ്. ഇവിടെ ഒരു നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ട് വേണം അവിടെ പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത്, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും. നമ്മൾ സ്വർഗത്തിലെത്തിയിട്ടില്ല എങ്കിലും സ്വർഗീയ ജീവിത നിലവാരം ഈ ഭൂമിയിൽ ഇപ്പോൾ തന്നെ കാഴ്ചവെക്കണം. ഒരു വ്യാജപ്രവാചകൻ അനേകരെ കബളിപ്പിച്ചു. പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാതെ തന്നെ പറഞ്ഞ് ജനത്തെ ആകെ വല്ലാത്ത അവസ്ഥയിലാക്കിയൊരു വ്യക്തി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഇവൻ്റെ സൂത്രമല്ല വെളിവായത്. അവൻ്റെ സീക്രറ്റ്, അവൻ്റെ ശുശ്രൂഷയുടെ സീക്രറ്റ് വെളിവായി. പിന്നെ അവൻ അവിടെ നിൽക്കാനായിട്ട് തോന്നുന്നു. പ്രിയമുള്ളവരെ, അശുദ്ധമായത് യാതൊന്നും അങ്ങോട്ട് പ്രവേശിക്കുകയില്ല. വചനം വ്യക്തമായിട്ട് പറയുന്നു, വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. നേരത്തെ പറഞ്ഞ അശുദ്ധനൊന്നും അവിടെ എത്തുകയില്ല. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫിലിപ്പിയ ലേഖനം 1:21 എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. അപ്പസ്തോലനായ പൗലോസ് ഒരു പരദേശിയായിരുന്നു. തൻ്റെ ഒരേ ഒരു ലക്ഷ്യം സ്വർഗമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതാണ് എനിക്ക് താല്പര്യം, അതാണ് ഏറെ അത്യുത്തമം. എനിക്ക് മരിക്കുന്നത് ലാഭമാണ്, ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഇതാണ് ഒരു പരദേശിയുടെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രത്യാശ.
അവൻ ഈ ലോകത്തിലെ ഭൗതിക നന്മകൾ കണ്ടിട്ടല്ല മുന്നിട്ടിറങ്ങുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ വിട്ടുപിരിഞ്ഞാൽ ഉടനെ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് എത്തും, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. എന്നാൽ അതേസമയം ഞാൻ ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ശരീരത്തിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ വർധനയ്ക്ക് സഹായകരമായത് ചിലത് ചെയ്യാൻ എനിക്ക് സാധിക്കും. എൻ്റെ പ്രബോധനം കൊണ്ടും എൻ്റെ മാതൃകയുള്ള ജീവിതം കൊണ്ടും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഏക ഉദ്ദേശം ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ, വിടുതലുകൾ അനുഭവിക്കുക എന്നുള്ളതല്ല. ഞാൻ നിമിത്തം നിങ്ങൾക്കൊരു പ്രയോജനം വരണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കണം, അതാണോ നമ്മെ ഭരിക്കുന്ന പ്രേരണ? പൗലോസ് പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കണം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കണം, അതാണ് അത്യുത്തമം. പക്ഷേ ഞാൻ ഇവിടെ ആയിരിക്കുവാൻ താല്പര്യപ്പെടുന്നതിന് ഒരേ ഒരു ഉദ്ദേശം, ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് പ്രയോജനം വരണം. വചനം വ്യക്തമായിട്ട് പറയുന്നു, ഓരോരുത്തൻ താൻ്റെ ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. നമ്മൾ സ്വർഗീയന്മാരാണ്, പരദേശികളാണ്. മറ്റുള്ളവർക്ക് യാതൊരു പ്രയോജനവും വരുത്താത്ത ഒരു ജീവിതം ജീവിച്ചിട്ട് അങ്ങ് സ്വർഗത്തിൽ പോകുക, അതല്ല ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി. ഞാൻ ആത്മീയനാണ്, ദൈവം എന്നെ വിളിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി ആർക്കൊരു നന്മയുമില്ല, ഒരു വിശ്വാസികൾക്കും ഒരു ഗുണം എന്നിലൂടെ ലഭിക്കുകയില്ല, ഞാനും എൻ്റെ ദൈവവും ഞാനും എൻ്റെ സ്വർഗവും മരിച്ച ഉടനെ അങ്ങോട്ടെത്തും. അങ്ങനെയുള്ളൊരു വിശ്വാസമല്ല. ഈ ഭൂമിയിൽ എനിക്ക് അല്പനാളുകൾ തന്നാൽ സഹവിശ്വാസികളെ ബലപ്പെടുത്തുവാൻ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അതോ ഈ ലോകമോഹങ്ങൾ അനുഭവിക്കണമെന്നുള്ള താല്പര്യമാണോ നമ്മെ ഭരിക്കുന്നത്? നോക്കുക, കഠിനമായി ക്രിസ്തുവിന് വേണ്ടി അധ്വാനിച്ച് ആത്മാക്കളെ ബലപ്പെടുത്തി നിറഞ്ഞ കൈകളോടെ സ്വർഗത്തിൽ ചെല്ലാനാണ് പൗലോസ് പ്രത്യാശിച്ചത്. വെറും കൈയോടെ ചെല്ലാനല്ല പൗലോസ് കാത്തിരുന്നത്. ഒരു സ്വർഗീയന്റെ ലക്ഷ്യം ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുകയില്ല, അവന്റെ ലക്ഷ്യം സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, കർത്താവ് വ്യക്തമായിട്ട് കൽപ്പന തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 തൊട്ട് 21 വരെ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. പണക്കാരനായ ഒരു മനുഷ്യൻ പണം വർദ്ധിക്കുമ്പോൾ ആ പണം കണ്ട് സന്തോഷിക്കുന്നു. പക്ഷേ അത് ഭൗമികമായ ഒരു സന്തോഷമാണ്, ഉയരത്തിലുള്ള സന്തോഷമല്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, യാക്കോബ് 3:15, അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ഉയരത്തിൽ നിന്ന് വരാത്ത സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സംതൃപ്തിയുണ്ട്. എന്നാൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സന്തോഷവും സമാധാനവും ഉയരത്തിൽ നിന്ന് വരുന്ന സമാധാനമായിരിക്കണം, സന്തോഷമായിരിക്കണം. നശിച്ചു പോകുന്ന ഈ പണം, പൊന്ന്, അത് ഒരു വ്യക്തിക്ക് സന്തോഷം കൊടുക്കുന്നുവെങ്കിൽ ഒരു വിശ്വാസി സ്വർഗത്തിൽ നശിക്കാത്ത നിക്ഷേപം കൂട്ടിവെക്കുന്നവനാണ്. ഒരു വിശ്വാസി ഇപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപത്തെ നോക്കി അവന് എത്രമാത്രം സന്തോഷിക്കാൻ സാധിക്കും? അതൊരു പാപമല്ല. നമ്മുടെ കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തികളിലൂടെ, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളിലൂടെ നാം സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെച്ചിട്ട് ആ നിക്ഷേപത്തെ നോക്കി സന്തോഷിക്കുമ്പോൾ അത് ഉയരത്തിലുള്ള സന്തോഷമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഈ ഭൂമിയിൽ ഇവിടെ
ഭൗതികമായ നിക്ഷേപമില്ലെങ്കിലും അവനൊരിക്കലും ദുഃഖിക്കരുത്. അവൻ്റെ ലക്ഷ്യം സ്വർഗത്തിലെ നിക്ഷേപമായിരിക്കണം. അത് നോക്കി അവൻ സന്തോഷിക്കാൻ പഠിക്കണം. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളല്ല. സങ്കീർത്തനം 63:5-6 ഒന്ന് പെട്ടെന്ന് വായിക്കാം. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. ഈ ഭൂമിയിലെ ഒരു പണക്കാരന് പണം വർദ്ധിച്ചാൽ അവൻ പറയും, പണമൊക്കെ കൊണ്ട് എനിക്ക് സമാധാനമില്ല. പക്ഷേ ഒരാത്മീയനെ, ഒരു സ്വർഗീയനെ ഈ ഭൂമിയിൽ നിക്ഷേപമില്ലെങ്കിലും ധാന്യവും വീഞ്ഞും മറ്റുള്ളവർക്ക് വർദ്ധിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാളും അധിക സന്തോഷം ഇവൻ പ്രാപിക്കുന്നു. അനേക ധനവാന്മാരും പണമുണ്ട്, രാത്രിയിൽ അവർക്ക് ഉറക്കമില്ല. പക്ഷെ ഇവിടെ ഒരു ദൈവവചനന്റെ അവസ്ഥ, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. നിലനിൽക്കുന്ന സമ്പാദ്യം സ്വർഗത്തിൽ സ്വരൂപിക്കാൻ വേണ്ടി അവൻ ഈ കൊച്ചായുസ് മാറ്റിവെക്കണം. അയൽപ്പക്കക്കാർ തമ്മിൽ ചോദിച്ചു, ഒരു ധനവാനായ മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹം വല്ലതും ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടാണോ പോയത്? അയൽപ്പക്കക്കാർ തമ്മിൽ പറഞ്ഞു, അദ്ദേഹം തൻ്റെ നിക്ഷേപമെല്ലാം ഇവിടെ അവശേഷിപ്പിച്ച് വെറും കൈയോടെയാണ് പോയത്, ഒന്നും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഭൂമിയിൽ കഠിനമായിട്ട് ആ വ്യക്തി അധ്വാനിച്ചതൊക്കെ മറ്റാർക്കോ അവശേഷിപ്പിച്ചിട്ട് അദ്ദേഹം വെറും കൈയോടെ പോയി. ഇനി നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിലോ നമുക്ക് ഖേദമുണ്ടോ? ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിച്ച് മരിക്കുന്ന ഒരു വ്യക്തി ഒന്നും കൊണ്ടുപോകുന്നില്ല. കാരണം അയാളുടെ സമ്പാദ്യം മറ്റാർക്കെങ്കിലും അവശേഷിപ്പിച്ചിട്ട് പോയേ പറ്റും. പക്ഷെ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നില്ല, അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് സമ്പത്താണ് നമ്മൾ നേടേണ്ടത്? ഇവിടുത്തെ സമ്പത്ത് അല്പകാലത്തേക്ക് മാത്രം നമ്മുടെ കയ്യിൽ വരുന്നു. സ്വർഗത്തിലെ സമ്പത്ത് നിലനിൽക്കുന്ന സമ്പത്തായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ധനവാന്റെയും ലാസറിന്റെയും കാര്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ധനവാൻ യാതനാ സ്ഥലത്താണ് ഇപ്പോൾ കിടക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൂമിയിൽ ദരിദ്രനെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുന്നു. നമുക്ക് ഇതിൽ ധനവാനാകാനാണോ ആഗ്രഹം, അതോ ദരിദ്രനായ ലാസറിനെ പോലെ ജീവിക്കാനാണോ ആഗ്രഹം? ലാസറിനെ പോലെ ജീവിക്കാനാണ് ആഗ്രഹം. ധനവാനെ പോലെ ജീവിക്കാനാണോ ആഗ്രഹം? ലാസറിനെ പോലെ ജീവിക്കാനാണോ ആഗ്രഹം? ചിലർ ഇങ്ങനെ പറയും, അതായത് ഈ ഭൂമിയിൽ എനിക്ക് ധനവാനെ പോലെ ജീവിക്കണം, മരിച്ചു കഴിഞ്ഞാൽ അവിടെ ലാസറിനെ പോലെ ജീവിക്കണം. പക്ഷെ അത് രണ്ടും നടക്കുകയില്ല. പ്രിയമുള്ളവരെ, ധനവാനെ പോലെ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ആത്മാവ് ലക്ഷ്യസ്ഥാനത്ത് സ്വർഗത്തിലെത്തുകയില്ല. ലാസറിനെ പോലെ ജീവിക്കണം, അതായിരിക്കും ഒട്ടുമിക്ക പേരും പറയുക. അത് പറയുന്നുവെങ്കിൽ അതിന് യോജിച്ചൊരു ജീവിതവും നമുക്കുണ്ടായിരിക്കണം. ഒരു ധനവാന്റെ വീട്ടുപടിക്കൽ യാചകനായി കിടക്കണം എന്നല്ല അർത്ഥം. നമ്മുടെ ഹൃദയത്തിൽ ഒരു വസ്തുവിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത്. പണത്തിനോടോ വസ്തുക്കളോടോ യാതൊന്നിനോടും നമുക്കൊരു മമത ഉണ്ടാകരുത്. എല്ലാ ഭൗതിക വസ്തുക്കളോടും ഒരു വിരക്തി. അങ്ങനെ ഉള്ളൊരു ജീവിതമാണ് ഈ ലാസറിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരിടത്ത് 2 ധനികന്മാർ ഉണ്ടായിരുന്നു. 2 ധനികന്മാരിൽ ഒരുവൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ ധനികന് മനസ്സിലായി, എൻ്റെ സമ്പാദ്യമൊക്കെ ഞാൻ സുവിശേഷ വേലയ്ക്കായി ചെലവാക്കും. കാരണം അപ്പോഴാണ് എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുക. മാത്രമല്ല എൻ്റെ സമ്പാദ്യത്തിൽ നല്ലൊരു പങ്ക് ഞാൻ ദരിദ്രർക്കും കൊടുക്കും. കാരണം അത് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ മറ്റു ധനികൻ എല്ലാ സമ്പാദ്യവും അവന് വേണ്ടി തന്നെ സ്വരൂപിച്ചു. കാലം കുറെ കഴിഞ്ഞു. 2 പേരും, ഇവർ സുഹൃത്തുക്കളായിരുന്നു, മരണക്കിടക്കയിലായി. മറ്റേ ധനികൻ തൻ്റെ സമ്പാദ്യം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാതെ തനിക്ക് വേണ്ടി തന്നെ നിക്ഷേപിച്ച ആ ധനവാൻ മരണക്കിടക്കയിൽ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ സുഹൃത്തിനെ നോക്കൂ, അവൻ്റെ സമ്പാദ്യമൊന്നും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അവൻ്റെ സമ്പാദ്യം മുഴുവൻ അവൻ സ്വർഗത്തിലാണ് നിക്ഷേപിച്ചത്. അവൻ സുവിശേഷ വേലയ്ക്കായി സാധുക്കളെ സഹായിക്കുവാനായി അവൻ്റെ ധനം നിക്ഷേപിച്ചപ്പോൾ ഏറ്റവും നല്ല സ്ഥലത്ത് അവൻ ഡെപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ എൻ്റെ അവസ്ഥ നോക്കൂ, ഞാൻ സമ്പാദിച്ചതൊക്കെ മറ്റാർക്കോ അവശേഷിപ്പിച്ച്
ഞാൻ വെറും കൈയോടെ പോവുകയാണ്. ഞാൻ സമ്പാദിച്ചതൊക്കെ എനിക്ക് നഷ്ടമായി, അവൻ സമ്പാദിച്ചതൊന്നും നഷ്ടമായില്ല, അത് നിത്യതയിൽ അവന് ലഭിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു ആത്മീയൻ്റെ കാഴ്ചപ്പാട്. ഈ ലോകത്തിലെ മനുഷ്യർ സമ്പാദ്യം കൂടുന്നതനുസരിച്ച് സമൂഹത്തിൽ സ്ഥാനവും മാനവും കിട്ടുമല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. നാം അങ്ങനെ ചിന്തിക്കരുത്. ഒരു ധനവാൻ മരിച്ചു, ധാരാളം സമ്പത്ത് അവശേഷിപ്പിച്ചു. മക്കൾ പലപ്പോഴും ആ സമ്പത്ത് പാപം ചെയ്യുവാനും പിശാചിനെ സേവിക്കുവാനുമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് പാപം ചെയ്യുവാനായിട്ട് നമ്മൾ എന്തിനു പണം സമ്പാദിച്ചിടണം? തലമുറയ്ക്ക് വേണ്ടി കരുതരുത് എന്നല്ല പറഞ്ഞു വരുന്നത്. ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി. അതോടൊപ്പം ഈ ഭൂമിയിലെ ഭൗതിക കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നിറവേറും എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചിലരിങ്ങനെ പറയും, എനിക്ക് ഈ ഭൂമിയിൽ ധാരാളം സമ്പത്തുണ്ട്, എനിക്ക്